ഹലോ. പ്രശ്നമായി ആകെ പ്രശ്നമായി. ചീത്ത മുഴുവൻ എനിക്ക്. എങ്ങനെ പറയാതിരിക്കും? ആളെ കൊണ്ടുവന്ന് ഞാനല്ലേ, ഉത്തരവാദിത്തം എനിക്കല്ലേ. താനൊക്കെ കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഗൗളി പിന്നെയും ചലിച്ചു. ഇതെന്റെ പുറകെ കൂടിയിരിക്കുക. എന്റെ പോകട്ടെ പോവൂ. എന്താ പ്രശ്നം? താൻ എന്ത് വിവരദോഷ കാണിച്ചേ? ആ കുട്ടിയോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയേ? ഏത് കുട്ടിയോട്? ഇവിടത്തെ ഗോപിയാ തമ്പുരാട്ടിയോട്. ആ കുട്ടി വലിയ ദേഷ്യത്തിലാ. താൻ ചെന്ന് മാപ്പ് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഗോവിന്ദേട്ടൻ കേൾക്കുക. ആരോ സ്വരം പാടുന്നത് കേട്ട് ഞാൻ കുളക്കടവിലേക്ക് ചെന്നു. പാടുന്നതോ തെറ്റ്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്കകത്ത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും കുട്ടി പാടി. വീണ്ടും തെറ്റി. അപ്പൊ ഞാൻ പിന്നെയും പാടി. ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നിങ്ങനെ തുറിച്ചു നോക്കി. എന്നിട്ട് കഴുത്തം വെട്ടിച്ച് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുള്ളി. കണ്ടുവല്ലേ? ഈറനോടെ കണ്ടുവല്ലേ? എന്നാ അതായിരിക്കും കുഴപ്പമായത്. എന്തായാലും സംഗതി തിരുമനസിന്റെ ചെവിട്ടിൽ തിരിയണു. ഒരു ലോകൈക സംഗീതജ്ഞൻ വന്നിരിക്കുന്നു. പൂജ ചെയ്യാൻ എത്തിയതെങ്കിൽ അത് ചെയ്താ പോരെ. എന്നെ പാട്ട് പഠിപ്പിക്കാൻ അയാൾ ആരാ? പഠിപ്പിച്ചതൊന്നുമല്ല, തെറ്റിയപ്പോ ഒന്ന് തിരുത്തിന്ന് മാത്രം. തെറ്റ് തിരുത്താൻ ഇയാൾ ആരാ? ത്യാഗരാജസ്വാമികളോ? മാപ്പ് പറഞ്ഞ പ്രശ്നം തീർത്തേക്ക്. തെറ്റ് ചെയ്തവർ പറയേണ്ടതല്ലേ മാപ്പ്? ഒരു തമ്പുരാട്ടി കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുക? തിരുവായിക്ക് എതിർവായില്ലേ എന്നറിയില്ലേ തനിക്ക്? ഇയാളോട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാൻ പറന്റെ തിരുമനസേ. ദയവ് ചെയ്തൊന്ന് മാറി നിൽക്കൂ. മാറി എന്നാ ഇതിൽ ഇടപെടാൻ പറ്റും. ഉണ്ണികൃഷ്ണ, ഞാൻ എന്താണോ ഇപ്പൊ കേട്ടത്? ക്ഷമിക്കണം, ഞാൻ അറിയാതെ. അറിയാതെയോ? അസലായിരിക്കണോ തന്റെ പാട്ട്? ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ടും എന്തേ നേരത്തെ പാടിയില്ല? അത് പിന്നെ പറയടോ. ആ കുട്ടി തോറ്റാല് ഈ കൊട്ടാരം തോറ്റ പോലെയല്ലേ? ഗോപികയുടെ സന്തോഷമല്ലേ എല്ലാവർക്കും വേണ്ടത്? ആ കുട്ടിക്ക് നന്മയുണ്ടാവാനല്ലേ ഈ പൂജയും യാഗമൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ടുവന്ന്. ഞാനായിട്ട് ആ കുട്ടിയെ വിഷമിപ്പിക്കാൻ പാടില്ല. വലിയവനാടോ താൻ, ഈശ്വരാനുഗ്രഹമുള്ളവൻ. നന്നായി വരട്ടെ. അഹങ്കാരം കാണിച്ചതിന് ശബയ്ക്കൊന്നും ഭയം ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷായി മുത്തശ്ശൻ. താൻ എന്താ വിളിച്ചേ? മുത്തശ്ശാന്നോ? മുത്തച്ഛൻ അത്ര. മുത്തച്ഛൻ ആരുടെ മുത്തച്ഛൻ? തമ്പുരാന്റെ കോപം അറിയോ തനിക്ക്? നാവടക്കുക. അടക്കി. അറിയാതെയാണെങ്കിലും ആദ്യമായിട്ട് എന്നെ നാവെടുത്ത് വിളിച്ചത് മുത്തശ്ശാന്നല്ലേ? ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും തന്റെ പ്രായമുള്ള ഒരു കൊച്ചുമോൻ എനിക്കുണ്ട്. പേര് പോലും അറിയില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മകളെ കുറിച്ച്? അവളുടെ മകൻ. അവരെയൊക്കെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ മുത്തശ്ശന്? മോഹം ഇല്ലാണ്ടിരിക്കുവോ? ഒരു വശത്ത് സ്നേഹം തോന്നുമ്പോ മറുഭാഗം ചിന്തിക്കും. മനസാക്ഷിയില്ലാതെ വരുത്തി വെച്ച അപമാനം അന്നേരം എല്ലാം മറക്കും. ജാതിയുടെ മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു വീണ കാലം വരും. അന്ന് ഒന്നിക്കും എല്ലാരും. പക്ഷെ അന്ന് ജീവിച്ചിരിക്കുവോ? നിൽക്കൂ. ശാസിക്കാനോ ശിക്ഷിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. എതിർത്ത് തോൽപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആത്മവിശ്വാസം അഹങ്കാരം കൂടിപ്പോയി. മാപ്പോ? തമ്പുരാട്ടിക്കുട്ടി എന്തായി പറയണേ? മുത്തശ്ശനും അച്ഛൻ തമ്പുരാനെ കേട്ടാ എന്റെ സ്ഥാനം പടിക്ക് പുറത്താ. ഇല്ല, അർഹതയുള്ളവരെ ഈ ഉദയപുരം കൊട്ടാരം എന്ന് സ്വീകരിച്ചിട്ടേ ഉള്ളൂ. എന്റെ വിജയത്തിന് മുത്തശ്ശൻ എനിക്ക് തന്ന സമ്മാനം. ഇതിനുള്ള അവകാശം അങ്ങേക്ക് തന്നെയാ. ഇത് വാങ്ങണം. അയ്യോ, ഞാൻ വാങ്ങൊന്നുമില്ല. എന്തോ ചെറിയ തമാശ കാണിച്ച് ഒപ്പിച്ചതിന് ഇത്രയും വലിയ സമ്മാനോ? സമ്മാനായിട്ട് വേണ്ടെങ്കിൽ എന്റെ ദക്ഷിണയായിട്ട് കരുതണം. സുലൈമാനെ, ആ കയ്യെന്ന് കാണിച്ച്. എന്റെയിലൊന്നുമില്ല. ഇത് ഇളയ തമ്പുരാട്ടി മുട്ടുകുത്തിച്ചതിന്. ഇനി കയ്യാൻ എടുത്തോട്ടെ. ശാപം. 41 നാളത്തെ വ്രതാനുഷ്ഠാനങ്ങൾ. പ്രഭാതത്തിൽ ദിനവും ഗണപതി ഹോമം, ഭഗവതി സേവ. അതിനുശേഷം ദേവീ ദേവന്മാർ യാഗത്തിന് ഇഷ്ടഭാവത്തിൽ വരുന്നുവെന്ന് പ്രശ്നവശാൽ കണ്ടാൽ യാഗം തുടങ്ങാം. മനസ്സിലാവുണ്ടോ ഉണ്ണികൃഷ്ണൻ നമ്പൂരിക്ക്? തിരുമംഗലത്ത് തിരുമേനി 21 പരികർമ്മികളോടൊപ്പം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ ചെയ്യാം. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്.
കോപത്തിൽ ദുർവാസാവിന് തുല്യനാ അദ്ദേഹം. പരിശോട്ടെ, ഈ തിമിംഗലം അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ തിരുമംഗലം തിരുമേനി എന്തെങ്കിലും തെറ്റണ്ട കോപിക്കൂ? ഇല്ല, ശപിക്കും. ആ ശാപം 7 തലമുറ നിലനിൽക്കും. മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോളൂ. യാഗഫലം വേണ്ടത് ഈ കുട്ടിക്കാണല്ലേ? അതെ. പഠിച്ചോനെ ഈശ്വരോ രക്ഷ. എഴുന്നേൽക്ക. മനസ്സർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട് അല്ലേ? അത് അനുഗ്രഹിക്കാൻ കൈ ഉയർത്തിയപ്പോ വാങ്ങു മുഴങ്ങിയ നിമിത്തം ഒരു നമ്പൂരി ഖുർആൻ വായിക്കേ. മറ്റു മതങ്ങളെ അനുകരിക്കാതിരുന്നാ മതി. പഠന വിഷയമാക്കുന്നത് തെറ്റില്ല. ജ്ഞാനം കൂടും. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. കേട്ടിരിക്കണു? ആണോ? ഇത്ര ചെറുപ്പത്തിലെ പുണ്യകർമ്മത്തിന് ഗുരുസ്ഥാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ. കൊള്ളാം. നിന്നെ എനിക്ക് ബോധ്യായി. എവിടെയാ യാഗസ്ഥലം? അന്തരീക്ഷം തൃപ്തികരം. എങ്കിൽ ഉണ്ണികൃഷ്ണൻ ഗണപതി ഹോമം തുടങ്ങട്ടെ. അറിഞ്ഞിട്ട് വേണ്ടേ ഹോമം തുടങ്ങാൻ? ഏയ്, ഗണപതി ഹോമം അറിയാൻ നമ്പൂരിമാർ ബ്രാഹ്മണ കുലത്തിൽ ഉണ്ടാവില്ല. വിട്ടി അങ്ങോട്ട് നീങ്ങിയേക്കൂ. ആ തുടങ്ങ. എനിക്കതിന് കഴിയില്ല. ഇപ്പൊ എങ്ങനെ? 101 യാഗങ്ങള് പൂർണ്ണതയിൽ അനശ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ. ജ്യോത്സ്യ പ്രവചനത്തിന് വിഘ്നം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം. അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം. എന്നെ അനുഗ്രഹിക്കണം. സഹസ്രാവേ സ്വാഹ. ഓം ജിതഗ്നോംബൂദേ സ്വാഹ. മന്ത്രം ചൊല്ലിയത് പിഴ വെച്ചിരിക്കണു. അങ്ങോട്ട് മാറി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എണീറ്റ് പോവാ. അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി, ആ ചുമ്പൻ അവിടെ കൊണ്ട് നേരം വിട്. അത് നോക്ക്. ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ? വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ലല്ലോ. നെയ്യുടെ മണമുണ്ട്. ഓം ശ്രീ മാതൈ സ്വാഹ. ഓം ശ്രീ മഹാരാജ്ഞേ കോഴി ആടൊക്കെ ഉണ്ട്. സംഭൂതൈ സ്വാഹ. അങ്ങോട്ട് ചെല്ല. ഓം ദേവകാൽ അവിടെ കുറ്റിയടിക്ക്. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ? മാറിക്ക്. അന്യജാതിക്കാരി കൊട്ടാരം കാലുകുത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്. വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട. ഈ അളക്കടാ. ഇവരെ പിടിച്ച് പുറത്താക്കടാ. വേണ്ട ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിക. നടന്നോ. ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ടു വരാം.
താനെന്തിനാ ഇവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ? ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനെന്തിനാ ഓടിയത്? ഓട് ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും. എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ്. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പരശോട്ടും വാക്കുതാ. കാണിച്ചിരട തെണ്ടി. പറയ്. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ ഗതികേട് കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളയും. അങ്ങനെയാണോ? ഇത് തോം ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. പേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ച നമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലിയാടി. അല്ല, തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ച് കിടപ്പുണ്ടെന്ന് കേട്ട്. അയ്യോ, കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട്. ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? പോട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടെങ്കിലും അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശായിട്ടെങ്കിലും ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യേ. എന്നാ ഇവിടെ തന്നെ കൂടാ അല്ലേ? എനിക്കൊരു സഹായാവല്ലോ നീ. അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയി നിർത്ത്. എന്താ? അല്ല, നീ എന്തിനാ പരശു നമ്പൂരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു. പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ കാശ് വാങ്ങിച്ചോ? ഇപ്പൊ പരശുനമ്പൂരി കാണണോ അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ട വന്ന് ചിറ്റിത്തിരുന്നല്ലോ. കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കണത്? ഇവിടെ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാൾ പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കിയാണ്. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്ടാ ഹിമാറ അടയ്ക്കാൻ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിൽക്കുക. നോ ഉപദ്രവകാരിയല്ല. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക നിന്റെ ബാപ്പ. മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം. ഉറുപ്പിയേ? അതെ, ഒരു ഹംക്കുണ്ട്. എന്നാൽ അമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിൽക്കണു. നോ കാണിച്ചരം വരിക. എന്താണ്ടാ ഇവൻ കോണാൻ തലയിലെ കെട്ടാ? ഇവിടെ നിന്നോളൂ. നോ വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സെലീമേ, ഈ അർക്കവാടുത്തിട്ട് ഉടിച്ചകത്ത് ഞാൻ ചരിഞ്ഞ് കയറ്. കയറാൻ പോയി. മോനെ അവസ്ഥ മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പറത്തിനോടെ പോയി. എവിടെ പോവാ? പിന്നെ നിൽക്കണ റാമ്പറ നമ്മളെ വട്ടം. ഇനിയിപ്പോ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം. ഞാന് അയ്യോ കൊച്ചപ്പ, എന്റെ കർത്താവേ. വേണ്ട,
ആവും. വരൂന്നറിയായിരുന്നു. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാചുകളെ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. അമ്മേ മഹാകാളി സമേതളേ അമ്മേ ദേവി ദേവി രക്ഷിക്കണേ അമ്മേ മഹാവീര സരസ്വതി വാസാ ദേവി സവഹാമേ മഹാമഞ്ജമേ മഫിഹാലു സുക്രിഹാമേ എങ്ങനെ നോക്കി നിന്ന ഭൂതങ്ങളെ ആവായിച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിൽക്കുക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടയ്ക്ക. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണ് തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികളെ ആവായിക്കാൻ വന്നതാ. ദീർഘ സുമംഗലി ഭവ. അമ്മേ ഓം ഹനുമാനായ നമഃ. ഓം ക്രീം പാൽ ക്രീം ഫേസ് ക്രീം ഓം സഹാം ബ്ലീം അമിഹാം. പിടിച്ചു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായി കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞാണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി. നീ ആരാ? വിളിക്കാവനെ. എന്താണ് നീ എന്നെ ഓടിയേ? എന്താണോ മിണ്ടാത്തെ? മിണ്ടാൻ സമയം തരാം. എന്താ നിന്റെ പേര്? അഗസ്റ്റിൻ. എന്താ ഇവിടെ കാര്യം? എന്തിനാ അതിനകത്ത് കയറിയത്? അയ്യോ, അദ്ദേഹത്തെ നിലത്ത് നിർത്താ. നമ്മുടെ ആളാ. ഇവൻ ക്രിസ്ത്യാനിയാണ് ഉണ്ണി. ഇദ്ദേഹം ക്രിസ്ത്യാനിയല്ല, ഇദ്ദേഹം നമ്പൂതിരിയാണ്. അഗസ്ത്യൻ നമ്പൂതിരി. ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്റ്റിന് പേരിടുവോ? അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ? ഓ, സംശയം ഉണ്ടല്ല. പൂണൂൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക. വേണ്ട, ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ. ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു. ഇല്ലത്തെ കാര്യം കഷ്ടാണേ. കഷ്ടം മാത്രല്ല, അടച്ചു പൂട്ടി. എന്ത് പണി അറിയാം? ചായ അടിക്കാറിയാ? ചായ, പാചകം. നളന് ശേഷം പാചകകലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു. മലയാള മനോരമയിലും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇല്ലേ? നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ. നാണക്കുട്ടനെ സഹായിക്കട്ടെ. ആയിക്കോട്ടെ. ഇന്നലെ ഉച്ച കഴിഞ്ഞിങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്നും നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല. ഓട്ടായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ നാണു. അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവ്വോ? ആരായാലും എന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലെ ഇരിക്കുന്ന ആളാണോ? നീയോ? നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടം. അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ, ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. ചൂടാറുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല. ചായ്, അയാള് ശുദ്ധ ബ്രാഹ്മണനാടോ. നല്ല ഒന്നാന്തരം ചായ അങ്ങോട്ട് കുടിക്ക. കുടി. എങ്ങനെ ഉണ്ട്? ഒരു നസ്രാണി ചൊവ്വ. ഈ നസ്രാണികൾ തന്നക്കി നോക്കിട്ടുണ്ടാ ചൊവ്വ അറിയാൻ? വരികല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണ നീ ഒരു നസ്രാണിയാണെന്ന് നോം വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. സാധനം എന്നെന്റെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം ചെങ്കോലും. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാമെന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി. ഒന്ന് വേഗം ആവട്ടെ. ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല. കണ്ടാ കുഴപ്പമാവുന്ന പറഞ്ഞേ. ഇളക്കിയിട്ട് എനിക്കറിയാം. എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ.
എന്തത്? മൂടണ്ടേ? ഇതെന്താ ശവപ്പെട്ടിയാ? തേപ്പൊട്ടിയല്ലേ? ഈ തേപ്പൊട്ടി എവിടെയെങ്കിലും എടുത്ത് ഒളിപ്പിക്ക്. ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അജമാംസ രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു. അതിന് ഇയാളാരാ വൈദ്യരോ? തനിക്കെന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായതേ. ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ. ഓ അയ്യോ, എന്താ ചൂടേ ഉരുക ഉരുക. എന്തായി വായിക്കണേ? പൂജാവിധികൾ പഠിക്കുക. അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ? ഇത് സാധാരണ പൂജാവിധികളല്ല, ഇത് ആധുനിക പൂജാശാസ്ത്രമാണ്. ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത്. എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഋഷിപ്രോക്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദയസ്ഥമാണ്. ഓഹോ. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ജാതകത്തിനെന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം.